ഇതാണ് നമ്മുടെ പെൽട്ടൺ വീൽ ടർബൈൻ്റെ ടെസ്റ്റ് റിഗ്. ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് നമുക്ക് ആവശ്യമുള്ള സംഭവം. എന്ത് സ്റ്റാർട്ടർ. ഇതെപ്പോഴും ഇങ്ങനെ ഓഫാക്കി തന്നെ വെക്കുക. ഇത് സ്റ്റാർട്ടാണ്. ഇത് നീക്കിയിട്ട് വേണം ഇത് ഓൺ ചെയ്യാൻ. ആദ്യം ടർബൈൻ നമ്മൾ പ്രൈം ചെയ്യണം. ടർബൈൻ അല്ല പമ്പിയുടെ പമ്പ്. കാരണം പമ്പ് മുകളിലിരിക്കുന്നുണ്ട്. ഇതിനകത്ത് വെള്ളം ചിലപ്പോൾ ഊറിപ്പോയി കാണും. അപ്പോൾ അതിനകത്ത് വെള്ളം നിറച്ച് പ്രൈം ചെയ്ത് വേണം പമ്പ് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ആദ്യം പരിചയപ്പെടാം എന്തൊക്കെയാണുള്ളതെന്ന്. ഇതിനകത്താണ് പെൽട്ടൺ വീൽ. ഈ കാണുന്നതാണ് പെൽട്ടൺ വീൽ. ഈ കാണുന്നതാണ് പെൽട്ടൺ വീൽ. ഇതിനകത്തൊരു നോസിലുണ്ട്. ആ കാണുന്ന നോസിലാണ്. അപ്പം പിന്നെ അടുത്തത് പ്രഷർ ഗേജ് ഉണ്ട്. ഇതാണ് ഡെലിവറി വാൽവ്. അതായത് ടർബൈനിലേക്ക് വെള്ളം എത്തിക്കുന്ന വാൽവാണ്. പിന്നെ ഇതേണ്ടേ, ഇതാണ് വെഞ്ചുറി മീറ്റർ. ഈ വെഞ്ചുറി മീറ്ററിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ ടർബൈനിലേക്ക് എത്ര ക്വാണ്ടിറ്റിയിൽ വെള്ളം വന്ന് വീഴുന്നു എന്നറിയാൻ വേണ്ടിയാണ്. വെഞ്ചുറി എന്താണ്? വെഞ്ചുറി ഒരു ഫ്ലോ മെഷറിങ് ഇൻസ്ട്രുമെൻ്റ് ആണല്ലേ. അപ്പോൾ വെഞ്ചുറിയുടെ ഇൻലെറ്റും ത്രോട്ടുമാണ്. അപ്പോൾ രണ്ടിടത്തെ പ്രഷർ നമ്മൾ FM ലാവിൽ ചെയ്ത H1 H2 അത് തന്നെ. അത് മാനോമീറ്ററിൽ നിന്ന് മാറി ഗേജ് ആയെന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. നമ്മളവിടെ 12.6 കൊണ്ട് ചെയ്യുമ്പോൾ ഇവിടെ ജസ്റ്റ് കിട്ടുന്ന റീഡിങ് ഇൻറ്റു 10, കിട്ടുന്ന റീഡിങ് ഇൻറ്റു 10 രണ്ടും കൂടെ മൈനസ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. അത് കാൽക്കുലേഷൻ പറയുമ്പോൾ അത് മനസ്സിലാവും. പിന്നെ ഈ ഒരു പൈപ്പിൻ്റെ പേര് പെൻസ്റ്റോക്ക് എന്നാണ്. വൈവയ്ക്ക് ചോദിക്കും ഈ പൈപ്പിൻ്റെ പേരെന്താണെന്ന് ചോദിക്കും. പെൻസ്റ്റോക്ക് പൈപ്പാണ്. ഇത് പെൻസ്റ്റോക്ക് അല്ല, ചെറിയ പൈപ്പാണെങ്കിലും ടർബൈനിലേക്ക് വരുന്ന സപ്ലൈ ലൈനിൽ പറയുന്നത് പെൻസ്റ്റോക്ക് എന്നാണ്. അതുകൊണ്ട് അങ്ങനെ പറയുന്നതാണ്. ശേഷം ഈ ടർബൈൻ്റെ പവർ അളക്കണം. അതിനുവേണ്ടി നമുക്ക് ടർബൈൻ്റെ RPM വേണം, ടോർക്ക് വേണം. ടോർക്ക് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഈ ബ്രേക്ക് ഡ്രം ഡയമീറ്റർ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ഒരു പാനിനകത്തൊരു കിലോ വെയിറ്റിനൊന്നും കാൽക്കുലേഷൻ പറഞ്ഞില്ല. അപ്പോൾ ഈ ഒരു പാൻ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് 1 കിലോയാണ്. ഇതാണ് സ്പ്രിംഗ് ബാലൻസ്. ഇവിടുത്തെ റീഡിങ് എടുക്കും വേണ്ടിയത്. അവിടെ നമ്മൾ ടോർക്ക് മെഷർ ചെയ്യാൻ വേണ്ടി ഇവിടെ ഡെഡ് വെയിറ്റ് അപ്ലൈ ചെയ്യും. എന്നിട്ട് ഈ വെയിറ്റും പാൻ്റെ വെയിറ്റും കൂട്ടി ഈ സ്പ്രിംഗ് ബാലൻസ് കുറച്ച് 9.81 കൺവേർട്ട് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ കുറേ ഫോർമുലയ്ക്ക് അതിടുമ്പോൾ നമുക്ക് കിട്ടും എന്ത് ടോർക്ക് കിട്ടും. ഇത് ബ്രേക്ക് ഡ്രം റോപ്പ് ബ്രേക്ക് ഡ്രം ഡൈനാമോമീറ്ററാണ് ടോർക്ക് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതാണ് ഏകദേശം ഒരു രൂപം ഇതിൻ്റെ പെൽട്ടൺ വീൽ ടർബൈൻ. ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഏത് മെത്തേഡാണ് ചെയ്യുന്നത് നോക്കുക. നമ്മളിപ്പോൾ ചെയ്യുന്നത് കോൺസ്റ്റൻറ്റ് ഹെഡ് മെത്തേഡാണ്. കോൺസ്റ്റൻറ്റ് ഹെഡ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഈ ടർബൈൻ ഈ ടർബൈനാണല്ലോ സെയിം തന്നെ കേട്ടോ. അതായത് അതിൻ്റെ പ്രഷർ ഗേജിലെ വാല്യൂ എപ്പോഴും സെയിം ആയിരിക്കണം. അതാണ് കോൺസ്റ്റൻറ്റ് ഹെഡ്. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഇവിടെ നമ്മൾ റേറ്റഡ് RPM ഇവിടെ പറയുന്നുണ്ടോ? റേറ്റഡ് RPM 900 അത് പറയുന്നുണ്ട്. അപ്പോൾ ആ കേസിൽ 900 RPM വരെ എത്തുമ്പോൾ, അതായത് ടാക്കോമീറ്റർ വെച്ചാണ് RPM നോക്കുക. 900 RPM എത്ര പ്രഷർ കിട്ടുമെന്ന് നോക്കും. 900 RPM ആണ് റേറ്റഡ്. അപ്പോൾ 900 RPM ഈ വാല്യൂ ഏതാണെന്ന് നോക്കും. ഉദാഹരണത്തിന് അത് 1 ആ 1 തന്നെ എപ്പോഴും ഇനി മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ 900 RPM ഇത് 1 ഇത് നമ്മുടെ ഫുൾ എക്സ്പീരിയൻസിൽ ഇത് 1 തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ ചെയ്യേണ്ടത് നമ്മൾ ഈ ഡെലിവറി വാൽവ് ഓപ്പൺ ചെയ്ത് വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിക്കൊടുത്ത് ഈ 1 തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഈ പ്രൊസീജിയറിൻ്റെ പേര് കോൺസ്റ്റൻറ്റ് ഹെഡ് മെത്തേഡ് എന്നാണ്. ഇപ്പോൾ ഇത് റൺ ചെയ്യാൻ ഒക്കത്തില്ല, അതൊരു ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ്. എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം. പമ്പിനകത്ത് വെള്ളം നിറച്ച് പമ്പ് ഓൺ ചെയ്യണം. അപ്പം സെൻട്രിഫ്യൂഗൽ പമ്പാണ്. ഈ വാൽവ് എപ്പോഴും ക്ലോസ് ആയിരിക്കണം. ഇതുണ്ടോ, ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ക്ലോസ് ആയിരിക്കണം. ഫുൾ ക്ലോസ് ആണ്. പമ്പ് റൺ തുടങ്ങി, പമ്പ് വർക്ക് ചെയ്യാൻ തുടങ്ങിയോ ഇല്ലെന്നങ്ങനെ അറിയും. പമ്പ് വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ഈ നീഡിൽ മാറി ഇവിടെ വരും. കാരണം വെള്ളം പമ്പ് ചെയ്ത് മുകളിൽ കൂടെ കയറി ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് വർക്ക് ചെയ്യും. ഇത് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ വീണ്ടും വെള്ളം നിറക്കണം. വർക്ക് ചെയ്ത് 2 3 പോയി നിൽക്കും. അങ്ങനെയാണെങ്കിൽ വർക്കിംഗ് ഉണ്ട്. വെള്ളം ഇതിലൂടെ കയറി ഇവിടെ വരുന്നു. അപ്പോൾ ഈ വാൽവ് പതുക്കെ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. പതുക്കെ ഓപ്പൺ ചെയ്ത് ടർബൈൻ കറങ്ങുന്നു. ടർബൈൻ കറങ്ങുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇത് ഫ്രീ ആണോ നോക്കണം. ഇത് ഫ്രീ ആണോ? ഇതിപ്പോൾ ഫ്രീയാണ്, ഒന്നുമില്ല. ഫ്രീ ആയിട്ട് ഇറങ്ങുമോ? അല്ല, ഒന്നും ഇട്ടിട്ടില്ല. അപ്പം ടർബൈൻ ഫ്രീ ആണ്. അത് ഈ ഡെലിവറി വാൽവ് ഓപ്പൺ ചെയ്ത് 900 RPM എങ്ങനെ എടുക്കും? ടാക്കോമീറ്ററും വെച്ചിട്ട്. അത് നമ്മുടെ ഇൻസ്ട്രക്ടർ അത് ചെയ്തു തരും. ഇവിടെ കണക്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒപ്റ്റിക്കലാണെങ്കിൽ ഇവിടെ ഒരു ചെറിയ മാർക്കിങ് വല്ലതും ചെയ്തുകൊണ്ട് നമ്മൾ RPM മെഷർ ചെയ്യും. അത് ഇൻസ്ട്രക്ട് ചെയ്തോളും. സേഫ്റ്റി ഇഷ്യൂ കാരണം ഇൻസ്ട്രക്ട് ചെയ്ത് തരും. ഇപ്പോൾ 900 RPM ആകുന്നിടം വരെ ഈ വാൽവ് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ 900 RPM ആയിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നോട്ട് ഡൗൺ ചെയ്യേണ്ടത് ഏതാണ്? ഈ പ്രഷർ ഗേജ് റീഡിങ്ങാണ്. പ്രഷർ ഗേജ് റീഡിങ് നോക്കിയാൽ ഇത് 0.24681, 0.2, 0.4, 0.6, 0.8, 1 പ്രഷർ ഗേജ് റീഡിങ്ങാണ് kg/cm². അപ്പോൾ നമുക്ക് 900 RPM ഉദാഹരണത്തിന് 1 ആണെങ്കിൽ
ത്രൂ ഔട്ട് എക്സ്പെരിമെൻറ്റിൽ ഇത് 1 തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് ട്രയൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് 2 ടർബൈനും ബാധകം കേട്ടോ, 2 ടർബൈനും സെയിം ആണ്. ഇത് 1 വിചാരിക്കുക. അപ്പം ഞാനൊന്ന് ടർബൈൻ ഒന്ന് വാമാകാൻ സമയം കൊടുക്കുന്നു, ഒരു 10-20 സെക്കൻഡ് ടൈം എടുത്തിട്ട് ഞാനാണെങ്കിൽ ഇവിടെ താഴേന്ന് 2 കിലോ 4 കിലോ വെയിറ്റ് ആദ്യം ഞാൻ ഒരു 2 കിലോ വെയിറ്റ് എടുത്തിടും. 2 കിലോ വെയിറ്റ് എന്നിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യും. 2 കിലോ വെയിറ്റ് എടുത്താൽ ഫസ്റ്റ് ട്രയൽ എന്ന് പറഞ്ഞാൽ 2 കിലോ വെയിറ്റ് എടുത്തിട്ട് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് RPM ചേഞ്ച് ആയോ നോക്കുക. ശേഷം ഇവിടുത്തെ പ്രഷർ ഗേജ് റീഡിങ് ചേഞ്ച് ആയോ നോക്കുക. പ്രഷർ ഗേജ് റീഡിങ് ചേഞ്ച് ആയിട്ടില്ലെന്ന് കാണാം. പ്രഷർ ഗേജ് റീഡിങ് ചേഞ്ച് ആയിട്ടില്ല. ശേഷം RPM ടാക്കോമീറ്റർ വെച്ച് RPM നോട്ട് ഡൗൺ ചെയ്യുക. പിന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ ബെഞ്ചുറിമീറ്ററിൻ്റെ റീഡിങ് H1 H2 അത് നിങ്ങളുടെ ഇഷ്ടം. അത് H1 H2 എന്നുള്ളത് നോട്ട് ഡൗൺ ചെയ്യുക. ഇവിടെ ഇരിക്കുന്നത് T0 എന്നുള്ളത് എപ്പോഴും 1 കിലോ ആയിരിക്കും. പക്ഷേ T1 എന്നുള്ളത് എന്താണ്, ഇട്ട വെയിറ്റ്, അപ്പോൾ 2 കിലോ. അപ്പോൾ അതിന് 2 കിലോയിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ റീഡിങ് എന്ത് കാണിക്കുന്നത്, ഇത് കണ്ടോ, ഇതിപ്പോൾ 1 കിലോയാണ് കാണിക്കുന്നത്. ശരിക്കും ഫോക്കസ് ആണല്ലോ. ഇത് മറ്റേ നമ്മുടെ ഈ പണ്ട് പത്രം എടുക്കാൻ വരുന്ന ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്നില്ല, ഇത് ത്രാസ് സെയിം സംഭവം തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതിപ്പം 100, 200, 300, 400, 500 ഗ്രാം കാണിച്ച് 0 കഴിഞ്ഞാൽ അടുത്തത് 1 ആണ്. അപ്പം 200 ഗ്രാം, 400 ഗ്രാം, 600 ഗ്രാം, 800 ഗ്രാം 200ൻ്റെ ഡിവിഷനായിട്ട് വരും. 0 കഴിഞ്ഞാൽ പിന്നെ 1 ആണ്. 1-നിടയ്ക്ക് 5 ഡിവിഷനുണ്ട്. അപ്പം 200, 400, 600, 800 ഫസ്റ്റ് ലൈൻ ഡി ലൈൻ. 0 കഴിഞ്ഞാൽ അടുത്തത് 200, പിന്നെ അത് 400, 600, 800 ഗ്രാമായി, പിന്നെ അടുത്ത 1 കിലോ ആയി. അപ്പം T0 പ്ലസ് T1 മൈനസ് S. T0 ഏതാ, ഈ പാനിൻ്റെ വെയിറ്റ് 1 കിലോ. അവിടെ നമ്മൾ എഴുതിയിട്ടുണ്ടോ ഹാങ്ങർ വെയിറ്റ്? അതുകൊണ്ട് അവിടെ ഹാങ്ങർ വെയിറ്റ് T0, അതിനകത്ത് T0 ഹാങ്ങർ വെയിറ്റ് എഴുതിയിട്ടുണ്ട്. 1 കിലോ ആണ്. 1 കിലോ പ്ലസ് 2 കിലോ 3 കിലോ മൈനസ് ഇതിനകത്ത് കാണിക്കുന്ന റീഡിങ്. അതിനെ പിന്നെ ന്യൂട്രലിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വേണ്ടത് T0 അവിടെയുണ്ട്, T1 സ്പ്രിംഗ് ബാലൻസ് റീഡിങ്. അപ്പോൾ എത്ര റീഡിങ് ആയി? റീഡിങ് നോക്കുമ്പോൾ ടേബിൾ നോക്കുമ്പോൾ പ്രഷർ ഗേജ് റീഡിങ്, ടർബൈൻ്റെ RPM, H1 H2 മാനോമീറ്റർ റീഡിങ് H1 H2, പിന്നെ ഇട്ട ഡെഡ് വെയിറ്റ് എത്രയാണുള്ളത്, സ്പ്രിംഗ് ബാലൻസ് റീഡിങ്. ഇത്രയാണ് ഈ കാൽക്കുലേഷനകത്ത് വേണ്ടത്. ഇനി സെക്കൻഡ് ട്രയലാണെങ്കിലോ, സെക്കൻഡ് ട്രയലിൽ ഞാൻ വീണ്ടും ഒരു 2 കിലോ എടുത്തിട്ട് ഈ വെയിറ്റ് വീണ്ടും ഒരു 2 കിലോ വെയിറ്റ് എടുത്തിട്ട് ആ പാനിലിട്ടിടും. എന്നിട്ട് ഒരു 30 സെക്കൻഡ് വെയിറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യാൻ നോക്കണ്ടേ, വെയിറ്റ് അടുത്തത് നോക്കേണ്ടത് ഇവിടെ നമ്മൾ ഉദാഹരണത്തിന് വെച്ചിരുന്നത് 1 ആണല്ലോ, 1 കിലോഗ്രാം കോൺസ്റ്റൻ്റ് ഇടുന്നതല്ല, ആ 1 താന്നു നോക്കും. ഈ 1 താന്നെന്ന് വിചാരിക്കുക, 1 താഴെ പോയിട്ട് ഇപ്പോൾ 0.6 ആയി. അപ്പോൾ ഈ വാൽവ് ഓപ്പൺ ചെയ്ത് ഇത് 1 തന്നെ കൊണ്ടുവെക്കണം. വാൽവ് ഓപ്പൺ ചെയ്ത് 1 വെച്ച് 1 മിനിറ്റ് കഴിഞ്ഞ ശേഷമേ ബാക്കി റീഡിങ് നോക്കാം. ഏതൊക്കെ റീഡിങ്? കാരണം ആദ്യം സെറ്റ് ചെയ്തത് 2 കിലോ ഇട്ടു. അപ്പം അതിലോ ആദ്യം ഞാനിട്ട് 2 കിലോ ആണ്, പിന്നെയും കൂടെ 2 കിലോ ഇട്ടപ്പം 4 കിലോ ആയി. ഇതിൻ്റെ കൂടെ വെയിറ്റ് കൂടി 5 കിലോ ആയി. അപ്പോൾ രണ്ടാമത്തെ ട്രയൽ 5 കിലോ ആയിരിക്കും. അപ്പോൾ ആ 5 കിലോ ഇട്ടപ്പോൾ നമുക്കിവിടെ 1 താന്നുപോയി. അങ്ങനെയാണെങ്കിൽ ഈ ഡെലിവറി വാൽവ് ഓപ്പൺ ചെയ്ത് 1 ആക്കണം. അതിന് ശേഷം 1 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, H1 H2 വാല്യൂ എടുക്കുക. അപ്പോൾ ഓൾറെഡി T0യും സ്പ്രിംഗ് ബാലൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. T1 ഇട്ട വെയിറ്റ് 5 ആണ്. സ്പ്രിംഗ് ബാലൻസ് റീഡിങ് എടുത്തിട്ടുണ്ട്. പ്രഷർ ഗേജ് റീഡിങ് എപ്പോഴും സെയിം ആയിരിക്കും. അത് 1 അല്ലെങ്കിൽ ഏതാണോ സെറ്റ് ചെയ്ത വാല്യൂ അത് എഴുതി പോവുക. പിന്നെ വ്യത്യാസമുള്ളത് എന്തോ RPM ആണ്. RPM നോട്ട് ഡൗൺ ചെയ്യുന്നു. H1 H2 നോട്ട് ഡൗൺ ചെയ്യുന്നു. പിന്നെ തേർഡ് ട്രയലിലോ വീണ്ടും ഞാൻ 2 കിലോ എടുത്തിട്ടു. അപ്പോൾ ഞാൻ 3 തവണ 2 വെച്ചിട്ടു. അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമാണ് എത്ര വെയിറ്റ് ഇടണം എന്നുള്ളത്. ചിലപ്പോൾ ഒരാൾക്ക് ഇഷ്ടം എനിക്ക് 3 കിലോ ഇടണം. അപ്പം ആദ്യം 3 ഇട്ടു. സെക്കൻഡ് ട്രയലിലും 3 കിലോ കൂട്ടി 6 കിലോ ആക്കി. പിന്നെ മൂന്നാമത്തെ ട്രയലിൽ 3 കിലോ കൂട്ടി 9 കിലോ ആക്കി. അങ്ങനെ 10 അല്ല 12 കിലോ വരെ നമുക്ക് ഇതിനകത്ത് ഓടും. അപ്പോൾ വെയിറ്റ് ഇടുന്നതനുസരിച്ചായിരിക്കും ഇതിൻ്റെ റീഡിങ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഈ ഡെലിവറി വാൽവ് ഓപ്പൺ ചെയ്യുക, RPM 900 ആക്കുക, അത് കിട്ടുന്ന ഹെഡ് സെറ്റ് ചെയ്ത് വെക്കുക. 2 കിലോ വെയിറ്റ് എടുത്ത് ഇവിടെ ഇടുക, പാനിലിടുക. ഒരു 30 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. RPM നോട്ട് ഡൗൺ ചെയ്യുക. പ്രഷർ ഗേജ് റീഡിങ് നോട്ട് ഡൗൺ ചെയ്യുക. പ്രഷർ ഗേജ് റീഡിങ് മാറിയിട്ടുണ്ടെങ്കിൽ മാത്രം ഈ വാൽവ് തിരിച്ച് ഇത് ഏതാണോ സെറ്റ് ചെയ്ത വാല്യൂ, ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് സെറ്റ് ചെയ്ത വാല്യൂ 1 ആണെങ്കിൽ ആ 1 തന്നെ കൊണ്ട് സെറ്റ് ചെയ്യുക. എങ്ങനെ? ഈ വാൽവ് ഓപ്പൺ ചെയ്തു. പിന്നെ ഉള്ളത് H1 H2 റീഡിങ് ആണ് ഇവിടെ. പിന്നെ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് RPM നോട്ട് ഡൗൺ ചെയ്യുക. ഇങ്ങനെ വെയിറ്റ് ഇട്ട് കൊടുത്ത് വെയിറ്റ് ഇടുക, ഇച്ചിരി സമയം വെയിറ്റ് ചെയ്യുക.
പ്രഷർ ഗേജ് റീഡിങ് മാറിയിട്ടുണ്ടോ നോക്കുക. മാറിയെങ്കിൽ ഇത് തിരിച്ച് സെറ്റ് ചെയ്യുക. ശേഷം H1 H2 നോട്ട് ഡൗൺ ചെയ്യുക. ലാസ്റ്റിൽ RPM നോട്ട് ഡൗൺ ചെയ്യുക. അങ്ങനെ 4 ട്രയൽ വേണം ചെയ്യാൻ.